ഇന്ന് നമ്മൾ നല്ലൊരു കിഡിലൻ ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ജ്യൂസ് അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മത്തൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മത്തൻ വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ. മത്തൻ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ട് ഈ വലുപ്പത്തിൽ വരുന്ന ഒരു കഷ്ണം മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 350 ഗ്രാം അളവിലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ മത്തനെക്കുറിച്ച് പറയുന്ന സമയത്ത് നല്ല പച്ചയായിട്ടിരിക്കുന്ന മത്തൻ എടുക്കരുത്, പിന്നെ കുറച്ചൊരു പഴുപ്പായി തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന അത്രയ്ക്ക് പഴുക്കണം നിർബന്ധമൊന്നുമില്ല. സാധാരണ കറിക്ക് എടുക്കുന്ന മത്തൻ തന്നെയാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇവിടെ ആയതുകൊണ്ട് അത്ര കളറില്ല എന്നുള്ളൂ. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടെ കളർ കൂടി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത്. അപ്പോൾ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 ഏലക്കായ ഫ്ലേവർ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെന്ത് വരാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. മത്തനായതുകൊണ്ട് പിന്നെ കുറേ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം റെഡി ആയിക്കോളും. പക്ഷേ പ്രഷർ കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നോക്കുക ഇതുപോലെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലോണം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മുഴുവനായിട്ട് പോയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് ആക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിലുണ്ടായിരുന്ന ഏലക്കായുടെ തൊലി അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ ചില സമയത്ത് ഇടയ്ക്ക് കടിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. വേവിക്കുന്ന സമയത്ത് ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മത്തൻ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, പഞ്ചസാര മാത്രമായാലും മതി കേട്ടോ. നമ്മളൊരു ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ ജ്യൂസ് അടിച്ച് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള നല്ല തണുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചൊന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. കട്ടയാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നല്ല തണുത്ത 2 കപ്പ് പാലായാലും മതി. ഏകദേശം 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ജ്യൂസ് ആക്കി നോക്കുന്ന സമയത്ത് പാല് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാല് നല്ല കട്ടയാക്കിയതും ബാക്കി 1 കപ്പ് നല്ല തണുത്ത പാലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ ജ്യൂസിന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ബാക്കി ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. ഒരു ഇത്തിരി കൂടെ മഞ്ഞ കളർ കിട്ടേണ്ടതാണ്. ശരിക്കും നമ്മൾ മത്തൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു മഞ്ഞ കളർ വരലുണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു ഇത്തിരി ഒരു ലൈറ്റ് മഞ്ഞ കളറേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ മത്തൻ്റെ കളറിൻ്റെ അതിലാണ്, പിന്നെ പാലിൻ്റെ അളവ് അനുസരിച്ചിട്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊരു നമ്മളെ കസ്കസ് ഉണ്ടല്ലോ, ബ്ലാക്ക് കസ്കസ്, സബ്ജ സീഡ്സ്, അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അതും ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മുൻപ് ഒരു ക്യാരറ്റ് ജ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡ്രിങ്ക് പോലെ കുറച്ച് ലൂസാക്കി ചെയ്യണമെങ്കിൽ കുറച്ച് പാലും വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒത്തിരി ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഷേക്ക് പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മത്തൻ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് റെസിപ്പി തന്നെയായിരിക്കും ഇത് എന്തായാലും. കാരണം ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ മത്തനാണ് ഇതിലുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്